ബീഹാറിലെ മുന്നണി സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. ചിരാഗ് പാസ്വാന്റെ LJP ജൻ സൂരജ് സഖ്യത്തിന് സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ചർച്ചകൾ അങ്ങനെ തുടരുകയാണ്. ഭരണം പിടിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. AICC നേതാക്കൾ ഈ ആഴ്ച തന്നെ ബീഹാറിൽ എത്തുമെന്നാണ് വിവരം. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ മുന്നണി സമവാക്യങ്ങളൊക്കെ മാറാനുള്ള ഒരു സാധ്യത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഉണ്ടാകുന്നതാണ്. ബീഹാറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിൽ സാധാരണ ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുന്നണി സമവാക്യങ്ങളൊക്കെ മാറും. പക്ഷേ ബീഹാറിൽ മാറ്റം വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് BJPയെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് LJP BJPയുടെ ഘടകകക്ഷിയായി നിലനിൽക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. അവിടെയാണ് ജൻ സൂരജുമായി പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയുമായുള്ള ഒരു സഹകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രശാന്ത് കിഷോർ ഉദ്ദേശിക്കുന്നത് ചിരാഗ് പാസ്വാനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കാനുള്ള നീക്കം ആ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തേജസ്വി യാദവും ചിരാഗ് പാസ്വാനും ഒപ്പം തന്നെ നിശാന്ത് കിഷോർ അടങ്ങുന്ന 3 പേരാണ് പ്രധാനമായും ബീഹാറിലെ യുവനിര എന്ന് പറയുന്നത്. JDU വലിയ നേതാവ് കൂടിയാണ് നിശാന്ത് കിഷോർ. അങ്ങനെ കുമാർ സ്വാഭാവികമായും അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലെ 2 പാർട്ടികളും 243 സീറ്റിലേക്ക് മത്സരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. സൂരജ് ആണെങ്കിലും ജൻ സൂരജ് ആണെങ്കിലും അല്ലെങ്കിൽ തന്നെ LJP ആണെങ്കിലും. പക്ഷേ അതിനിടയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. അത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ആ വാർത്തകൾ പുറത്തുവിട്ടത്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇത് തങ്ങളുടെ വിഷയമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷം തീരുമാനിക്കുന്നത്. NDA BJPയെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. അവർ അക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തോട്ടെ എന്നുള്ളതാണ് ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം പറയുകയും ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിൽ BJP വലിയ ആശങ്കയൊന്നും പ്രകടിപ്പിക്കുന്നില്ല. BJP നേതാക്കൾ തന്നെ പറയുന്നത് അവരുടെ ലക്ഷ്യം, അവരിപ്പോൾ നിലവിൽ JDUവിന് ഒപ്പം നിർത്തുന്നെങ്കിലും ആത്യന്തികമായി BJPയുടെ ലക്ഷ്യം സ്വന്തം സർക്കാർ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അധികാരത്തിന്റെ അധികാരത്തിലേക്ക് എത്തി. പക്ഷേ അത് സഖ്യ സർക്കാരായി മാറി. ഒപ്പം തന്നെ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതിന് മാറ്റം വരിക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ BJP ഉദ്ദേശിക്കുന്നത്. സ്വന്തം മുഖ്യമന്ത്രി അധികാരത്തിൽ ബീഹാറിൽ എത്തുക എന്നുള്ള നീക്കമാണ് അവർ പ്രധാനമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഖ്യ സാധ്യതകൾ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും അവർ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതായത് അധികാരം പിടിക്കുക എന്നുള്ളതാണ് ബീഹാറിൽ. അതിന് ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. മാന്യമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ് KC വേണുഗോപാൽ അടക്കം പറയുന്നത്. സ്വാഭാവികമായും അത്തരം ചർച്ചകൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ബീഹാറിലുള്ളത്. പക്ഷേ അതിനെ കോൺഗ്രസ് തള്ളുന്നുമില്ല. കാരണം മുഖ്യമന്ത്രി സ്ഥാനമല്ല കോൺഗ്രസിന് ബീഹാറിൽ വേണ്ടത്. അധികാരം പിടിച്ചെടുക്കുക, BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ മാന്യമായ രീതിയിലുള്ള സീറ്റ് ചർച്ചകളായിരിക്കണമെന്നൊരു നിർദ്ദേശം മാത്രമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. 10-ാം തീയതിയോടുകൂടി തന്നെ ദേശീയ നേതാക്കളെല്ലാം തന്നെ ബീഹാറിലേക്ക് എത്തും. KC വേണുഗോപാൽ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ ബീഹാറുമായി ബന്ധപ്പെട്ട പ്രധാന നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ CPML വിരുദ്ധ നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് RJD മുന്നോട്ട് വെച്ച സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ വ്യത്യസ്ത അഭിപ്രായം സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 12 സീറ്റിൽ വിജയിച്ച പാർട്ടിയാണ് 16 സീറ്റ് നൽകി. അതിൽ 12ലും അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇടതുപക്ഷ പാർട്ടികൾ പൂർണ്ണമായും അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവർ ഏതൊക്കെ നിലപാട് എടുക്കുമെന്നുള്ളതാണ് ഇനി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തർക്കങ്ങളില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു സർക്കാർ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് മഹാഗഠബന്ധൻ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അഖില.